കളിക്കാൻ ഗ്രൗണ്ടും ഉണ്ട്. ക്ലാസ് റൂമിൽ പാനലുണ്ട്. പിന്നെ എല്ലാവർക്കും പഠിക്കാൻ ബുക്കെല്ലാം വെക്കാൻ ഒരു ഷെൽഫുണ്ട്. എല്ലാം മൊത്തത്തിൽ ഈ ഒരു സ്കൂളിൽ അടിപൊളിയാണ്. വിദ്യാഭ്യാസ രംഗത്ത് കേരളം രാജ്യത്തിന് തന്നെ മാതൃകയാണ്. ഇത് വെറുതെ പറയുന്നതല്ല. ആ മാതൃക എന്താണെന്നറിയാൻ നമ്മുടെ സർക്കാർ വിദ്യാലയങ്ങളിലൊക്കെ ഒന്ന് സന്ദർശിക്കണം. സർവകലാശാലകളെ വെല്ലുന്ന തരത്തിലുള്ള സൗകര്യങ്ങളാണ് ഓരോ സ്കൂളുകളിലും ഒരുക്കിയിട്ടുള്ളത്. ആ സൗകര്യങ്ങൾ അതുക്കുമീതെ എന്ന് പറയുന്ന ചില സ്കൂളുകളുമുണ്ട് നമ്മുടെ നാട്ടിൽ. കണ്ണൂർ ജില്ലയിലുണ്ട് അത്തരമൊരു സ്കൂൾ. ആ സ്കൂളിലാണ് നമ്മളുള്ളത്. ആ സ്കൂളിൻ്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. ഒരു സർക്കാർ സ്കൂളാണ് ഇതെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ അല്പം പ്രയാസമായിരിക്കും. ഏതോ ഹൈടെക് സർവകലാശാലയിൽ എത്തിയ പ്രതീതിയാണ് ഇവിടെ. മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണിത്. അത്ഭുതപ്പെടുത്തുന്ന വിദ്യാലയ അന്തരീക്ഷമാണിവിടെ. കുട്ടികളെല്ലാം ഹാപ്പി. സ്കൂള് സൂപ്പർ. എല്ലാവരും പഠിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ മതി. പിന്നെ കളിക്കാൻ ഗ്രൗണ്ടും ഉണ്ട്. എല്ലാവരും വൃത്തിക്ക് പഠിച്ചാൽ സ്കൂൾ ഓക്കെ. പിന്നെ ക്ലാസ് റൂമിൽ പാനലുണ്ട്. പിന്നെ എല്ലാവർക്കും പഠിക്കാൻ ബുക്കെല്ലാം വെക്കാൻ ഒരു ഷെൽഫുണ്ട്. ഒക്കെല്ലാം ഓക്കെയാ. സ്കൂൾ ഓക്കെയാ. എല്ലാവരും പഠിക്കാനുള്ള മനസ്സ് കാണിച്ചാൽ സ്കൂൾ ഓക്കെയാ. നമുക്ക് നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. ഇപ്പോൾ ടീച്ചേഴ്സ് ആയാലും നല്ല ടീച്ചിങ് ആണ്. ഇപ്പോൾ ഞാൻ ഫസ്റ്റ് പഠിച്ച സ്കൂൾ വെച്ച് നോക്കുമ്പോൾ ഇവിടെ കിട്ടിയത് ഭയങ്കര ഭാഗ്യമാണ്. അപ്പോൾ ഇവിടെ പ്ലസ് ടു ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു. സോ പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞാൽ. അത്രക്കും നല്ലൊരു ഫെസിലിറ്റി ഉണ്ട്. ഇപ്പോൾ ലാബിലായാലും ക്ലാസ്സിലായാലും എല്ലാം മൊത്തത്തിൽ ഈ ഒരു സ്കൂളിൽ അടിപൊളിയാണ്. സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. ലൈബ്രറീസ് ഉണ്ട്. നല്ല നല്ല വലിയ എല്ലാ കാര്യങ്ങളും. ഫ്രീ ടൈം ആയാലും ലൈബ്രറിയിൽ സ്പെൻഡ് ചെയ്യുമ്പോൾ ലൈബ്രറി വരെ ഭയങ്കര ഹൈടെക് ആയിട്ടാണ് ഇവർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ പഠിച്ചതിൽ ഭയങ്കര അഭിപ്രായം. നമ്മളിപ്പോൾ എല്ലാ സ്റ്റുഡൻസിനോട് ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ ഇവിടേക്ക് വന്നോളൂ, അത്രക്കും നല്ല ഫെസിലിറ്റീസ് ഉണ്ട്. മാത്രമല്ല പഠനപരമായും കായികപരമായും വളരെ മികച്ച രീതിയിൽ കുട്ടികൾക്ക് അവസരങ്ങൾ നേടിയെടുക്കാൻ ഈ സ്കൂൾ നമുക്കൊരു ചാൻസ് നൽകുന്നുണ്ട്. അത് തന്നെയാണ് ഒരു വലിയ കാര്യമായിട്ട് കണക്കാക്കുന്നത്. NSS അതുപോലെയുള്ള സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, റേഞ്ചേഴ്സ്, റോവേഴ്സ് അതുപോലെയുള്ള കുറേ ഇതുണ്ട് ഇവിടെ. ടീച്ചേഴ്സും അടിപൊളിയാണ്. നല്ലോണം മനസ്സിലാവും ക്ലാസ് എല്ലാം. ഇവിടുത്തെ ടീച്ചേഴ്സ് ആയാലും ഇവിടെ സ്കൂളിൻ്റെ ഫീസ് ആയാലും ഓഡിറ്റോറിയം, ലൈബ്രറി എല്ലാം കൊണ്ടും നല്ലതാണ്. നമുക്ക് ഓൾറെഡി ഈ സ്കൂളിൽ പഠിക്കുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ആണ്. അപ്പോൾ അതിൻ്റെ കൂടി ഇപ്പോൾ മുദ്രാകിരണം എന്ന് പറയുന്ന ഒരു സിവിൽ സർവീസിൻ്റെ ഇത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് വളരെ ഒരു ഭാഗ്യകരമായ ഒരു കാര്യമാണ്. അപ്പോൾ ഓരോ വർഷവും ഓരോ മുന്നേറ്റങ്ങളായിട്ട് മുണ്ടേരി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ വളരെ അഭിമാനമുണ്ട് ഈ സ്കൂളിൽ പഠിക്കുന്നതായിട്ട്. നല്ല ഫുഡ് കിട്ടുന്നുണ്ട്. ഓരോ ദിവസം വെറൈറ്റി കറികളിലായിരിക്കും. പിന്നെ ഇന്ന് ബിരിയാണിയാണ്, അങ്ങനെ വെജിറ്റബിൾ ബിരിയാണി, അങ്ങനെ ഓരോ ദിവസം ഓരോ ടൈപ്പ് ഫുഡ്സൊക്കെ കിട്ടുന്നുണ്ട്. നല്ല ഫുഡാണ്. ഓടുമേഞ്ഞതും ചുരുക്കം കോൺക്രീറ്റ് കെട്ടിടങ്ങളുമായി 7 വർഷം മുമ്പ് വരെ പ്രവർത്തിച്ച ഒരു സാധാരണ സർക്കാർ സ്കൂളായിരുന്നു മുണ്ടേരിയും. ഈ സ്കൂളിൻ്റെ തലവര മാറ്റിയത് നാട്ടുകാരൻ രാജ്യസഭ MP ആയപ്പോഴാണ്. ആ കഥ ഇങ്ങനെ. കേരളം എങ്ങനെ രാജ്യത്തിന് മാതൃകയാകുന്നു എന്ന ചോദ്യത്തിനുള്ള ഒരു ഉത്തരം മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളാണ്. ഒരു MP CSR ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്ന് നാട് കണ്ടതും മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. നമ്മളോടൊപ്പം മുൻ MP KK രാഗേഷ് ചേരുന്നുണ്ട്. മുണ്ടേരി സ്കൂളിനെ ഈ വിധത്തിൽ മാറ്റിയത് അദ്ദേഹത്തിൻ്റെ ദീർഘവീക്ഷണമാണ്. അത് ഇവിടുത്തെ ഓരോ അധ്യാപകരും വിദ്യാർത്ഥികളും ഞങ്ങളോട് പറഞ്ഞിട്ടുമുണ്ട്. നമ്മൾ ഈ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നിങ്ങനെ കാണുമ്പോൾ അതിശയകരമായ മാറ്റം നേരത്തെ ഓടുമേഞ്ഞ സ്കൂളൊക്കെ ഇതുവഴി പോകുമ്പോൾ കണ്ടിരുന്നു. ആ വിദ്യാലയമാണ് ഇങ്ങനെ മാറിയത് എന്ന് ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല. എങ്ങനെയാണ് ഇത്തരം ഒരു ആശയം രൂപം കൊണ്ടത്? എങ്ങനെയാണ് അത്? വാസ്തവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ, അദ്ദേഹത്തിൻ്റെ കൂടെ ഞാൻ ഒരു ദിവസം കാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹമാണ് ആ ഘട്ടത്തിൽ അദ്ദേഹം മുഖ്യമന്ത്രി ആയിരുന്നില്ല, CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു. ആ സമയത്ത് ഞാൻ MP ആയിരുന്നു. അദ്ദേഹമാണ് എന്നോട് പറഞ്ഞത്, പാർലമെൻറ്റ് അംഗമായിരിക്കുമ്പോൾ എന്തെങ്കിലും ഒന്ന് പ്രത്യേകമായി ചെയ്യണം, CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് സ്കൂൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി കഴിയുമോ എന്ന്
നോക്കുമെന്ന് അദ്ദേഹമാണ് പറഞ്ഞത്. വാസ്തവത്തിൽ ആ ഒരു സംസാരത്തിൽ നിന്നാണ് എനിക്കിങ്ങനെ ഒരു സ്പാർക്ക് ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു ആശയത്തിൻ്റെ ഒരു തുടക്കം അങ്ങനെയാണ് വരുന്നത്. അതിനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു സ്കൂൾ യാഥാർത്ഥ്യമാക്കുന്നതിൻ്റെ മുന്നോടിയായിട്ട് നമ്മുടെ രാജ്യത്തുള്ള വളരെ പ്രധാനപ്പെട്ട സ്കൂളുകൾ ഞാൻ സന്ദർശിച്ചിട്ടുണ്ട്. സ്കൂളുകൾ മാത്രമല്ല, നമ്മുടെ തിരുവനന്തപുരത്തുള്ള ഐസർ പോലുള്ള ഡൽഹിയിലെ തന്നെ പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രങ്ങളൊക്കെ നേരത്തെ തന്നെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി സന്ദർശിച്ചിരുന്നു. അപ്പോൾ ആ ഓരോ സ്ഥലങ്ങളിലുമുള്ള പ്രധാനപ്പെട്ട ചില കോമ്പണൻസ് ഉണ്ട്. ഇപ്പോൾ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ പോകുമ്പോൾ അവിടെ ഒരു ആംബി തിയേറ്റർ ഉണ്ട്. ആ ആംബി തിയേറ്ററിൻ്റെ മാതൃകയാണ് നിങ്ങളിവിടെ കാണുന്നത്. ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിലും എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടാകും, പ്രധാനപ്പെട്ട സ്കൂളുകളിൽ അല്ലെ പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ. ആ സ്പെഷ്യാലിറ്റികളൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്തുകൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാനാണ്. അപ്പോൾ വ്യത്യസ്ത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ പ്രത്യേകതകളെ സാംശീകരിച്ചുകൊണ്ട് ഒറ്റ സ്ഥാപനമാക്കി മാറ്റിയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് മുണ്ടേരി ഹൈസ്കൂൾ. അപ്പോൾ അത് വെച്ചുകൊണ്ടൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുകയാണ് ചെയ്തത്. ആ മാസ്റ്റർ പ്ലാൻ യാഥാർത്ഥ്യമാക്കാൻ 50 കോടിയോളം രൂപ ആവശ്യമായിരുന്നു. ആ തുക ലഭ്യമാക്കുന്നതിന് വേണ്ടി രാജ്യത്തിലെ വിവിധ പൊതുമേഖലാ കമ്പനികൾ, ആ പൊതുമേഖലാ കമ്പനികളുടെ പൊതുനന്മ ഫണ്ട് എന്ന് പറയുന്ന CSR ഫണ്ടുകൾ ലഭ്യമാക്കാൻ വേണ്ടി അവരുടെ മുമ്പാകെ അവരുടെ ഓഫീസുകളിൽ പോയി അവരുടെ CMDമാരെ സന്ദർശിച്ച് ഈ പ്രോജക്റ്റ് അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു കൊടുത്ത് അതിന് അംഗീകാരം നേടി അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വ്യത്യസ്ത കോമ്പണൻറ്റുകൾ അവർ ഇവിടെ യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയുള്ള തുക അനുവദിച്ചത്. അങ്ങനെയാണ് ഇത് യാഥാർത്ഥ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. ഇനിയും പൂർത്തിയാവണമെങ്കിൽ ഇനിയും കുറച്ചുകൂടി ഭാഗങ്ങൾ പൂർത്തീകരിക്കാൻ ബാക്കിയുണ്ട്. അപ്പോൾ അതെല്ലാം പൂർണ്ണമായും എന്താണോ ഈ പദ്ധതി ആവിഷ്കരിക്കുന്ന സമയത്ത് ആരംഭിക്കുന്ന സമയത്ത് വിഭാവനം ചെയ്തത് അതെല്ലാം യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലേക്ക് പൂർത്തീകരിക്കുന്ന വിധത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇടപെട്ടതിൻ്റെ ഫലമായിട്ടാണ് ഈ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഈ ക്ലാസ് റൂമുകളും സ്മാർട്ടാണ്. എല്ലാ ക്ലാസ് റൂമുകളും സ്മാർട്ടാണെന്ന് മാത്രമല്ല, പുതിയ കുട്ടികൾ വരുന്നു എന്ന് കണക്കാക്കിക്കൊണ്ട് ഇവിടെ ഇതാ പുതിയൊരു കെട്ടിടം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലുള്ള മുഴുവൻ ക്ലാസ് റൂമുകളും സ്മാർട്ട് ആയി തയ്യാറാക്കുകയാണ്. സ്മാർട്ട് എന്ന് പറഞ്ഞാൽ ക്ലാസ് റൂമുകൾ മുഴുവൻ വാൾ പാനൽ ചെയ്തതാണ്, വുഡൻ പാനലിംഗ് ആണ്. ഫാൾ സീലിംഗ് ഉൾപ്പെടെ ചെയ്തുകൊണ്ട് സൗണ്ട് പ്രൂഫാക്കി മൈക്ക് സിസ്റ്റം ഉൾപ്പെടെ വെച്ചുകൊണ്ട് ഓരോ ക്ലാസ് റൂമിലും ഇൻറ്ററാക്റ്റീവ് ഫ്ലാറ്റ് പാനൽ വെച്ചുകൊണ്ട് ടച്ച് സ്ക്രീനിലൂടെ മൊബൈൽ ഫോൺ കൈകാര്യം ചെയ്യുന്നത് പോലെ പാഠഭാഗങ്ങൾ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയുന്ന വിധത്തിലുള്ള IFE പാനലൊക്കെ വെച്ചുകൊണ്ടുള്ള ഏറ്റവും ആധുനികമായിട്ടുള്ള ക്ലാസ് റൂമുകളാണ് ഇവിടെ എല്ലാ ക്ലാസ് റൂമുകളും തയ്യാറാക്കിയിട്ടുള്ളത്. ക്ലാസ് റൂമുകൾ മാത്രമല്ല, ഇപ്പോൾ അവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പ്ലാനറ്റോറിയമാണ്. പ്ലാനറ്റോറിയത്തിൻ്റെ കെട്ടിടം പണി പൂർത്തിയായി കഴിഞ്ഞു. പ്ലാനറ്റോറിയവും 7D തിയേറ്ററും ഡിജിറ്റൽ സയൻസ് മ്യൂസിയവും ചേർന്നുകൊണ്ടുള്ള ഒരു കെട്ടിടമാണ് അവിടെ പൂർത്തിയായിട്ടുള്ളത്. അതിൻ്റെ ഉള്ളിൽ ഇനി പ്ലാനറ്റോറിയം സ്ഥാപിക്കേണ്ടതായിട്ടുണ്ട്. അതിന് 3 കോടി രൂപ ഇപ്പോൾ അനുവദിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അതിന് പുറമെ ഒരു 7 കോടി രൂപ കൂടി കിട്ടിയാൽ മാത്രമേ അതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ പൂർത്തിയാക്കാൻ കഴിയൂ. അതൊക്കെ ചെയ്യുന്നതോടുകൂടി രാജ്യത്തിലുള്ള ഒരു അത്ഭുതകരമായ സ്കൂളായിട്ട് മുണ്ടേരി ഹൈസ്കൂൾ മാറുമെന്നുള്ളതാണ് അനുഭവം. ഇപ്പോൾ ഇവിടെ കെട്ടിടമൊഴികെയുള്ള ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളും നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും. വ്യത്യസ്ത പ്ലാന്റുകൾ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ബയോഡൈവേഴ്സിറ്റി, സസ്യങ്ങളെക്കുറിച്ച് വൃക്ഷങ്ങളെക്കുറിച്ച് കുട്ടികൾക്ക് പഠിക്കാൻ വേണ്ടി പുറത്തു പോകേണ്ടി വരില്ല. ഈ ക്യാമ്പസിൽ തന്നെ വ്യത്യസ്ത സ്പീഷീസിലുള്ള മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചുകൊണ്ട് ഒരു ക്യാമ്പസിൻ്റെ കെട്ടിടങ്ങളൊഴികെയുള്ള ബാക്കിയുള്ള പ്രദേശങ്ങളാകെ തന്നെ ബയോഡൈവേഴ്സിറ്റി പാർക്കാക്കിക്കൊണ്ടുള്ള ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഏറ്റവും നല്ല ലൈബ്രറി ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡിജിറ്റൽ ലൈബ്രറി ഉണ്ട്. ലോകത്തിലുള്ള എല്ലാ പുസ്തകങ്ങളും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടുള്ള ഒരു ഡിജിറ്റൽ ലൈബ്രറി. അതോടൊപ്പം തന്നെ 2 ലൈബ്രറികൾ കുട്ടികൾക്ക് ഇരുന്ന് വായിക്കാനും റെഫറൻസിന് വേണ്ടിയിട്ടും മറ്റുമായിട്ട് 2 ലൈബ്രറികളുണ്ട്. 55 കോടിയോളം രൂപയാണ് സ്കൂളിന്റെ സമഗ്ര വികസനത്തിനായി ചെലവഴിച്ചത്. ഇതിൽ 50 കോടി രൂപയും KK രാഗേഷ് MP ആയിരുന്ന 6 വർഷം കൊണ്ട് CSR ഫണ്ടിൽ സമാഹരിച്ചതാണ്. സ്കൂളിന്റെ അത്ഭുതകരമായ വളർച്ചയിൽ CSR ഫണ്ട് നൽകിയവരും ഹാപ്പി. സർക്കാരും ഈ മുന്നേറ്റത്തിന്റെ ഭാഗമായപ്പോൾ മുണ്ടേരി ഹയർ സെക്കൻഡറി സ്കൂൾ മറ്റൊരു തലത്തിലേക്ക് പറന്നു. സ്കൂളിലെ ഡിജിറ്റൽ ക്ലാസ് റൂം നമുക്കൊന്ന് കാണാം. Angle subtended by a chord at the center.
വുഡൻ ഫർണിഷ് ചെയ്ത ക്ലാസ് മുറികളാണ് ഇവിടെ. എല്ലാം ഡിജിറ്റൽ സംവിധാനത്തോടെ പ്രവർത്തിക്കുന്നവ. ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകും ആ ക്ലാസ് മുറിയിൽ ഒന്നിരുന്നു. ഇവിടുത്തെ കുട്ടികളെല്ലാം ഭാഗ്യവാന്മാരാണ്. ഇങ്ങനെയൊരു സർക്കാർ വിദ്യാലയം സങ്കല്പിക്കാൻ പോലും പറ്റുന്നില്ലെന്ന് ഡോക്ടർ എ ജയതിലക്. ഞാൻ ഈ സ്കൂളിൽ വന്നപ്പോൾ എനിക്ക് ആദ്യം തോന്നിയത് ഇവിടെ പഠിക്കുന്നവർക്കൊക്കെ എന്തൊരു ഭാഗ്യമാണ്. ഇങ്ങനത്തെ ഒരു സ്കൂൾ ബാക്കി കേരളത്തിലുള്ള ആർക്കും സങ്കല്പിക്കാൻ പോലും പറ്റില്ല. നമ്മൾ എവിടെ ജനിക്കുന്നു, ഏത് സ്കൂളിൽ പോകുന്നു ഒക്കെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ കയ്യിലില്ലത്. പക്ഷേ ഇവിടെ ഇതൊരു യാഥാർത്ഥ്യമാക്കിയ കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് സംസ്ഥാനത്തിന് മാത്രമല്ല രാജ്യത്ത് തന്നെ ഒരു വലിയ മാതൃകയാണ്. മറ്റാരും കാണാത്ത സ്വപ്നങ്ങളാണ് ഈ സ്കൂളിന്. മുണ്ടേരിക്ക് സ്വന്തമായൊരു IAS അക്കാദമിയാണ് അടുത്ത ലക്ഷ്യം. അതിനായി സ്കൂളിൽ തന്നെ IAS അക്കാദമിയുമായി ചേർന്ന് പരിശീലന പരിപാടിയും ആരംഭിച്ചു. ഒപ്പം സിനിമാ മേഖലയിലേക്ക് തൽപരരായ കുട്ടികൾക്കായി ഫിലിം ക്ലബ്ബും ഒരുക്കുമെന്ന് മുദ്ര വിദ്യാഭ്യാസ സമിതി ചെയർമാൻ കൂടിയായ KK രാഗേഷിൻ്റെ ഉറപ്പ്. അതെ, സിവിൽ സർവീസ് അക്കാദമി ഇവിടെ സ്ഥാപിക്കുകയാണ്. അപ്പോൾ എല്ലാ ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലും ഈ ക്ലാസ് 90 കുട്ടികളെയാണ് സെലക്ട് ചെയ്തത്. ഒരു സെലക്ഷൻ പ്രോസസ്സിലൂടെ ഒരു എൻട്രൻസ് പരീക്ഷ നടത്തി, എന്നിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് തയ്യാറാക്കി അവരെ ഇൻ്റർവ്യൂ ചെയ്ത്, എന്നിട്ട് അതിൽ നിന്നാണ് 90 കുട്ടികളെ സെലക്ട് ചെയ്തിട്ടുള്ളത്. ആ കുട്ടികൾക്കുള്ള പരിശീലനം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. അടുത്ത ആഴ്ച മുതൽ ആ പരിശീലനം തുടങ്ങും. എങ്ങനെയാണ് ഈ വിദ്യാലയത്തെ ഒരു സ്കൂൾ എന്ന് വിളിക്കുക? ഇത് സ്കൂള് യഥാർത്ഥത്തിലൊരു മാതൃകാ സ്കൂളാണിത്. മുണ്ടേരി ഹൈസ്കൂളിലെ കുട്ടികൾക്ക് മാത്രമല്ല, എല്ലാ സ്കൂളിലെ കുട്ടികൾക്കും കോളേജുകളിലെ കുട്ടികൾക്കും സന്ദർശിക്കാൻ വേണ്ടി കഴിയുന്ന, ഇവിടെയുള്ള അക്കാദമിക പ്രവർത്തനങ്ങൾ മനസ്സിലാക്കി അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് അവരുടെ പഠനം കുറേ കൂടി വിപുലമാക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സ്കൂളുകളുടെ സ്കൂളായിട്ട് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കേരളത്തിൽ നിന്നല്ല, രാജ്യത്ത് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ സ്ഥാപനമായിട്ട് ഈ വിദ്യാഭ്യാസ സ്ഥാപനം വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് അഭിമാനത്തോടെ പറയാൻ പറ്റും. ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ, നമ്മൾ സാധാരണ സ്കൂളെന്ന് പറയുമ്പോൾ ക്ലാസ് മുറിയിൽ പാഠപുസ്തകങ്ങൾ പഠിക്കുന്നയാളെയാണ് ഏറ്റവും മിടുക്കിയായും കണക്കാക്കുന്നത്. പാഠപുസ്തകങ്ങൾ പഠിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഓരോ കുഞ്ഞിലും ഇൻഹറൻ്റായിട്ടുള്ള ഒരു പ്രതിഭയുണ്ടാവും. ഓരോ കുട്ടിയിലും വ്യത്യസ്തങ്ങളായിട്ടുള്ള കഴിവുകളുണ്ട്. അവരുടെ ഉള്ളിലൊരു പ്രതിഭയുണ്ട്. ആ പ്രതിഭയെ ഈ കുഞ്ഞ് കണ്ടെത്തലും ആ പ്രതിഭയെ തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിച്ച് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി കഴിയുന്ന ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ വരുന്ന ഓരോ കുഞ്ഞിനെയും ഓരോ മേഖലയിലുമുള്ള പ്രതിഭകളാക്കിയിട്ട് നമുക്ക് മാറ്റാൻ വേണ്ടി കഴിയും. അപ്പോൾ അങ്ങനെ ഈ സ്കൂളിൽ വരുന്ന ഓരോ കുഞ്ഞിലെയും ഓരോ കുട്ടിയിലെയും പ്രതിഭയെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമം ഞങ്ങൾ നടത്തുന്നുണ്ട്. അങ്ങനെ കണ്ടെത്തിക്കൊണ്ട് അവർക്ക് ആവശ്യമായ പരിശീലനം നൽകുക, അതുകൂടി ഞങ്ങൾ ഇതിൻ്റെ ഭാഗമായി ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പദ്ധതി, ഈ കാഴ്ചപ്പാടോടുകൂടിയാണ് സംസ്ഥാന സർക്കാർ സ്കൂൾ ടോക്കീസ് എന്ന് പറയുന്ന പദ്ധതി ആവിഷ്കരിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇവിടെയാണ് നിർവഹിക്കാൻ വേണ്ടി പോകുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ ഒരു ഫിലിം ക്ലബ്ബ് സംവിധായകരാകാൻ കഴിയുന്ന, നല്ല വീഡിയോഗ്രാഫർ ആവാൻ വേണ്ടി കഴിയുന്ന, നല്ല എഡിറ്റർമാരാവാൻ വേണ്ടി കഴിയുന്ന, നല്ല ഗ്രാഫിക് ഡിസൈനേഴ്സ് ആവാൻ വേണ്ടി കഴിയുന്ന, നല്ല അഭിനേതാക്കളാവാൻ വേണ്ടി കഴിയുന്ന വ്യത്യസ്ത കുട്ടികളുടെ അഭിരുചികളെ കണക്കിലെടുത്തുകൊണ്ട് ഒരു ഫിലിം ക്ലബ്ബ് രൂപീകരിക്കും. ആ ഫിലിം ക്ലബിൻ്റെ മുൻകൈയോടുകൂടി ഈ സ്കൂൾ ടോക്കീസ് നമ്മളിവിടെ ആരംഭിക്കാൻ വേണ്ടി പോവാണ്. ആ സ്കൂൾ ടോക്കീസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഒരാഴ്ച കാലം നീണ്ടുനിൽക്കുന്ന കുട്ടികളുടെ ചലച്ചിത്ര മേള ഇവിടെ സംഘടിപ്പിക്കും. അത് സംസ്ഥാനതല പരിപാടിയായിട്ടാണ് ഇവിടെ സംഘടിപ്പിക്കാൻ വേണ്ടി പോകുന്നത്. അക്കാദമിക് രംഗത്ത് മികച്ച മുന്നേറ്റമുണ്ടാക്കാനും മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിന് കഴിഞ്ഞിട്ടുണ്ട്. SSLC +2 പരീക്ഷകളിൽ മികച്ച വിജയം സ്കൂൾ സ്വന്തമാക്കി. പ്രധാനാധ്യാപകൻ K. വേണു, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ M. മനോജ് കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് സ്കൂളിൻ്റെ അക്കാദമിക് പ്രവർത്തനം. വികസന പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച് മുദ്ര വികസന സമിതി കൺവീനർ PP ബാബുവും ഇവർക്കൊപ്പമുണ്ട്. ശക്തമായ PTA സംവിധാനവും മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിനെ വേറിട്ടതാക്കുന്നു. അക്കാദമിക് രംഗത്ത് മാത്രമല്ല മുണ്ടേരി ടച്ച്. മറ്റൊരു വിദ്യാലയത്തിലും ഇല്ലാത്ത വിപുലമായ ലൈബ്രറി. ഇവിടെ 10,000-ലധികം പുസ്തകങ്ങൾ. തീർന്നില്ല, ലോകത്തിലെ ഏതു പുസ്തകങ്ങളും ലഭ്യമാകുന്ന തരത്തിൽ ഡിജിറ്റൽ ലൈബ്രറിയും ഇവിടെയുണ്ട്.
പ്രകൃതിയോടുമുണ്ട് മുണ്ടേരിയുടെ കരുതൽ. തുറസായ സ്ഥലങ്ങളിലെല്ലാം പലവിധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചിട്ടുണ്ട്. കളിസ്ഥലങ്ങളാണെങ്കിൽ മനം മയക്കുന്നതും. അത്ഭുതകരമായ മാറ്റമാണ് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നത്. 8 വർഷം മുമ്പ് വരെ ഓടുമേഞ്ഞ കെട്ടിടത്തിലാണ് ഈ വിദ്യാലയം പ്രവർത്തിച്ചിരുന്നത്. കെ രാഗേഷ് MP ആയിരുന്നപ്പോൾ CSR ഫണ്ട് ഉപയോഗിച്ചാണ് ഈ വിദ്യാലയത്തെ ആകെ മാറ്റിമറിച്ചത്. ഇന്ന് സംസ്ഥാനത്തിൻ്റെ തന്നെ അഭിമാന സ്തംഭമാണ് മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ. CSR ഫണ്ട് ഉപയോഗിച്ച് എന്തൊക്കെ മാറ്റങ്ങൾ നാട്ടിൽ വരുത്താൻ കഴിയും എന്ന് ഒരു MP കാട്ടിക്കൊടുത്ത വർഷങ്ങളാണ് കഴിഞ്ഞുപോയത്. ഇപ്പോൾ IAS അക്കാഡമി കൂടി തുടങ്ങിയിരിക്കുകയാണ് ഈ വിദ്യാലയം. നാടിനാകെ അഭിമാനമായ മുണ്ടേരി ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ക്യാമറമാൻ ബിജു അഴീക്കോടിനൊപ്പം മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.